മാർക്കോയ്ക്ക് സ്റ്റീഫന്റെ മേലുള്ള വിശ്വാസം എന്നില്ലാതാകുന്നു. അന്ന് അവൻ്റെ അന്ത്യമാണ്, അത് മാർക്കോയുടെ തന്നെ കൈകൊണ്ട്. അത് പറഞ്ഞ് പുച്ഛത്തിൽ ഒന്ന് ചിരിച്ചു ഡെവി. ഡെവിയിൽ നിന്നും ലിൻഡയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് അനുവിന് ഒരുപാട് കാര്യം ഉറപ്പായിരുന്നു. മാർക്കോ നല്ലൊരുപാട് വ്യക്തിയാണ്, അതുകൊണ്ട് അവൻ അന്ന് ലിൻഡയെ രക്ഷപ്പെടുത്തിയത്. എന്നാൽ സ്റ്റീഫൻ അവൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം മാർക്കോ ഒരിക്കലും സത്യങ്ങൾ തിരിച്ചറിയുകയോ ഡെവി അംഗീകരിക്കുകയോ ഇല്ല. മാർക്കോ ഇന്നും എനിക്ക് പ്രിയപ്പെട്ടവനാണ് അനു. ഞാൻ ഈ ലോകത്തെ ഏറ്റവും വില കൽപ്പിക്കുന്ന സൗഹൃദം അത് അവൻ്റേതാണ്. അത് പറഞ്ഞ് ഡെവി അനുവിൻ്റെ മടിയിലേക്ക് കിടന്നു. അനുവിനെ മനസ്സിലാകുമായിരുന്നു അവൻ്റെ മനസ്സും. അനുപതിയെ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. കൂടെ ആ നെറ്റിയിൽ ചുണ്ടമർത്തി. ചാർലിക്ക് ഡോക്ടർ 1 മാസത്തെ ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 1.5 ആഴ്ചയായി മാർക്കോ തന്നെയാണ് ചാർലിയെ നോക്കുന്നത്. ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ തൻ്റെ ബിസിനസ്സിലെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുമെന്ന് മനസ്സിലായതും മാർക്കോ ഒരു മെയിൽ നേഴ്സിനെ ചാർലിയെ നോക്കാൻ ഏർപ്പാടാക്കി. ഓഫീസിലേക്ക് പോകാനായി മാർക്കോ തയ്യാറായി നിൽക്കുവാണ്. പെട്ടെന്നാണ് തൻ്റെ ഫോണും കാറിൻ്റെ കീയും എടുത്ത് അവൻ പുറത്തിറങ്ങി. ഉടനെ സ്റ്റീഫനെ വിളിച്ച് അത്യാവശ്യമായി കാണണമെന്നും പറഞ്ഞിരുന്നു. സ്റ്റീഫനെ കണ്ടതിന് ശേഷം ഓഫീസിലേക്ക് പോകാമെന്നായിരുന്നു മാർക്കോയുടെ പ്ലാന്. പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ആദ്യം സ്റ്റീഫനെ കാണാം, അവനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കണം. മാർക്കോ ഇപ്പോൾ നിൽക്കുന്നത് അവൻ്റെ പൂട്ടിക്കിടക്കുന്ന പഴയ ഓഫീസിന് മുൻപിലാണ്. അവൻ ആദ്യമായി തൻ്റെ ബിസിനസ് സംരംഭം പടുത്തുയർത്തിയവിടെ വെച്ചായിരുന്നു. പുതിയ ബിൽഡിംഗ് മാറിയപ്പോൾ ഇത് പൂട്ടിക്കിടക്കുന്നു. പക്ഷേ അത് വിൽക്കാൻ അവന് തോന്നിയില്ല. അല്ലെങ്കിലും പഴയതൊന്നും അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുന്ന ശീലം അവനില്ല. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്റ്റീഫന്റെ കാർ ആ പഴയ ഓഫീസിന് മുന്നിൽ വന്നു നിന്നു. തന്നെ കാത്തു നിൽക്കുന്ന മാർക്കോയെ കണ്ടതും ഒരു പുഞ്ചിരിയോടെ സ്റ്റീഫൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. കാരണം അവൻ അറിയാമായിരുന്നു മാർക്കോ ഇപ്പം തന്നെ ഇങ്ങോട്ട് വിളിച്ചത് ഡേവിഡിൻ്റെ പതനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയായിരിക്കുമെന്ന്. കാരണം അവൻ തൊട്ടുകളിച്ചത് മാർക്കോയുടെ രക്തത്തിലാണ്, അവൻ്റെ ജീവനിലാണ്. ചാർലിയുടെ ശരീരത്തിലാണ് പരിക്ക് പറ്റിയതെങ്കിലും അതിൽ നിന്ന് പൊടിയുന്ന ഓരോ രക്തം പതിക്കുന്നത് മാർക്കോയുടെ ഹൃദയത്തിലാണ്. അത്രത്തോളം അവൻ തൻ്റെ സഹോദരന് പ്രാധാന്യം നൽകുന്നുണ്ട്. തൻ്റെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വരുന്ന സ്റ്റീഫനെ കണ്ടതും മാർക്കോ അവനെ തന്നെ കുറച്ചു നേരം നോക്കി നിന്നു. എന്നാൽ അടുത്തേക്ക് വന്ന സ്റ്റീഫൻ ആവേശത്തോടെ മാർക്കോയോട് സംസാരിച്ചു തുടങ്ങി. മാർക്കോ, ചാർലി അവസ്ഥയിലാക്കിയിട്ട് ഡേവിഡ് അവൻ്റെ ഭാര്യയുമായി സല്ലപിക്കുകയാണ്. എന്നാൽ നിന്റെ ചാർലിയുടെയും ഉള്ളിലെ വേദന മറ്റാരെക്കാളും നന്നായി എനിക്കറിയാം. നിന്റെ കുടുംബം തകർത്ത് നിന്റെ അനിയനെ ഈ അവസ്ഥയിലാക്കി അവനെ വെറുതെ വിടരുത്. നിന്റെ കൈകൊണ്ട് തന്നെ അവനെ തീർക്കണം. എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെയായിരുന്നു സ്റ്റീഫന്റെ സംസാരം. എന്നാൽ സ്റ്റീഫനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മാർക്കോയുടെ കാല് അവൻ്റെ നെഞ്ചിൽ വന്ന് പതിച്ചിരുന്നു. ഒരു നിലവിളിയോടെ സ്റ്റീഫൻ നിലത്തേക്ക് പതിച്ചു. അപ്പോഴും മിനിറ്റുകൾ വേണ്ടി വന്നു സ്റ്റീഫന് നടന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ. തല ഉയർത്തി നോക്കിയ സ്റ്റീഫൻ കാണുന്നത് തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ നിൽക്കുന്ന മാർക്കോയാണ്. ദേഷ്യം കൊണ്ട് മാർക്കോയുടെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരിക്കുന്നു. കണ്ണുകൾ ചുവപ്പ് പടർന്നിരുന്നു. മാർക്കോ? സംശയത്തോടെ സ്റ്റീഫൻ അവനെ വിളിച്ചതും വീണ്ടും മാർക്കോയുടെ കാല് ശക്തിയിൽ അവൻ്റെ നെഞ്ചിൽ വന്ന് പതിച്ചു. സ്റ്റീഫനൊന്ന് എഴുന്നേൽക്കാൻ പോലും അനുവദിക്കാതെ തുടരെ മാർക്കോ അവനെ ചവിട്ടിക്കൊണ്ടിരുന്നു. നീ എന്താ പൊന്ന മോനെ കരുതിയത്? നീ പറയുന്നതെല്ലാം ഞാൻ അങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങുമെന്നോ? എന്നെ ഒരുപാട് കാലം പറ്റിക്കാമെന്ന് നീ കരുതിയോ? ഇവിടെ നിർത്തിക്കോ നിന്റെ അഭിനയം. എല്ലാം ഞാൻ അറിഞ്ഞു. ഇനി നമ്മൾ തമ്മിലുള്ളത് നേർക്കുനേർ. അത് പറഞ്ഞുകൊണ്ട് മാർക്കോ അവൻ്റെ കഴുത്തിൽ കാല് വെച്ച് ഞെരിച്ചു. അവൻ്റെ കാലിനടിയിൽ കിടന്ന് പിടക്കുകയായിരുന്നു സ്റ്റീഫൻ. അത്യധികം പകയോടെ മാർക്കോ സ്റ്റീഫന്റെ കഴുത്തിൽ കാലമർത്തിയതും പ്രതീക്ഷിക്കാതെ അവൻ്റെ തലയ്ക്ക് പുറകിൽ ഒരു അടിയേറ്റിരുന്നു. അപ്രതീക്ഷിതമായി അവൻ്റെ തലയിലേറ്റ ആ പ്രഹരത്തിൽ മാർക്കോ ഒന്ന് ഉലഞ്ഞുപോയി. തലയ്ക്ക് കൈവച്ച് 2 അടി പുറകോട്ട് വെച്ചിരുന്നു മാർക്കോ. തല പൊട്ടിപ്പൊളിയുന്ന വേദനയിലും തൻ്റെ തലയിൽ നിന്ന് താഴേക്കൊഴുകുന്ന രക്തം മാർക്കോ അറിയുന്നുണ്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയ മാർക്കോ കാണുന്നത് ഒരു പുച്ഛത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ദീപുവിനെയാണ്. മാർക്കോയുടെ ഡ്രൈവറാണ് ദീപു. എന്നാൽ അപ്പോഴേക്കും താഴെ കിടന്നിരുന്ന സ്റ്റീഫൻ നിലത്തിൽ നിന്ന് എഴുന്നേറ്റു. മാർക്കോയുടെ നെഞ്ചിൽ തന്നെ ചവിട്ടി. മാർക്കോ ആ ചവിട്ടിൽ നിലത്തേക്ക് ഇരുന്നു പോയി. അവനെ നോക്കി നിന്ന് പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് സ്റ്റീഫൻ സംസാരിച്ചു തുടങ്ങി. അതേടാ, ഞാൻ തന്നെയാ എല്ലാം ചെയ്തത്. നിന്റെ ഓഫീസിൽ മയക്കുമരുന്ന് കടത്തി നിന്നെ ജയിലിലാക്കിയതും ആ കുറ്റം അവൻ്റെ തലയിൽ കെട്ടിവെച്ചതും പിന്നെ നിന്റെ പുന്നാര അനിയനുണ്ടല്ലോ ചാർലി, അവനെ കൊല്ലാൻ നോക്കിയതുമെല്ലാം ഞാൻ തന്നെയാണ്. നിങ്ങൾ 2 പേരും പരസ്പരം തല്ലി മരിക്കുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് ഞാനിതൊക്കെ ചെയ്തത്. നിങ്ങൾ 2 പേരിൽ ഒരാൾ പരസ്പരം അടിച്ചു മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മറ്റൊരാളിൻ്റെ കൈകൊണ്ട് കൊല്ലാമെന്നായിരുന്നു കരുതിയിരുന്നത്. ഇനിയിപ്പോൾ 2 പേരെയും ഞാൻ തന്നെ കൊല്ലണം.
മാർക്കോയെ നോക്കി പകയോടെ ചിരിക്കുന്നതിനോടൊപ്പം തൻ്റെ അരയിൽ തിരികെ വെച്ചിരുന്ന ഗണ്ണെടുത്ത് ലോഡ് ചെയ്തു സ്റ്റീഫൻ. സത്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിനക്കധികം ആയുസില്ല മാർക്കോ. പറയുന്നതിനോടൊപ്പം തന്നെ കയ്യിലുള്ള ഗൺ സ്റ്റീഫൻ മാർക്കോയുടെ നെറ്റിയിലേക്ക് ചേർത്തിരുന്നു. തൻ്റെ അടഞ്ഞുപോകുന്ന കണ്ണുകൾ മുറുകെ തുറക്കുമ്പോഴും തൻ്റെ മുന്നിലുള്ള ദൃശ്യങ്ങൾ അവന് വ്യക്തമായിരുന്നില്ല. ക്ഷീണം അത്രത്തോളം മാർക്കോയെ ബാധിച്ചിരുന്നു. കണ്ണുകൾ അടഞ്ഞു പോകുന്നതിനോടൊപ്പം ശരീരത്തിൻ്റെ ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവന്. അപ്പോഴേക്കും വ്യക്തമാകാത്ത ചിത്രമായി തൻ്റെ നെറ്റിക്ക് നേരെ ഗൺ ചൂണ്ടി നിൽക്കുന്ന സ്റ്റീഫനെ മാർക്കോ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഒരു പുച്ഛച്ചിരിയോടെ മാർക്കോയുടെ നെറ്റിലേക്ക് സ്റ്റീഫൻ ഗൺ അമർത്തി പിടിച്ചതും പ്രതീക്ഷിക്കാതെയാണ് സ്റ്റീഫൻ്റെ കയ്യിൽ നിന്നും ആ ഗൺ തെറിച്ചു പോയത്. കുറച്ച് സെക്കൻഡുകൾ വേണ്ടി വന്നു സ്റ്റീഫന് നടന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ. തൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു പോയ ഗൺ കിടക്കുന്ന ഗണ്ണിലേക്ക് ദേഷ്യത്തോടെ നോക്കി അവൻ. പിന്നെയാണ് തൻ്റെ മുന്നിൽ നടന്നു വരുന്നവരെ സ്റ്റീഫൻ്റെ കണ്ണിൽപ്പെട്ടത്. ഡേവിഡ്. ഡെവിയോടുള്ള ദേഷ്യം തൻ്റെ കടപ്പലിൽ ഞെരിച്ചമർത്തിക്കൊണ്ട് സ്റ്റീഫൻ അലറി. എന്നാൽ അപ്പോഴേക്കും ഡെവിയുടെ കാലുശക്തിയിൽ സ്റ്റീഫൻ്റെ നെഞ്ചിൽ വന്ന് പതിച്ചിരുന്നു. ഇതെല്ലാം കണ്ട് പകച്ചുന്ന ദീപു തൻ്റെ കയ്യിലുള്ള കത്തിയുമായി ഡെവിക്ക് നേരെ വന്നെങ്കിലും തൻ്റെ ഇടതു കൈ ഉപയോഗിച്ച് ദീപുവിൻ്റെ വലതു കൈ പിടിച്ച് തിരിച്ചിരുന്നു ഡെവി. എന്നിട്ട് ദീപുവിൻ്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങി അവൻ്റെ വലതു കാലിന് തുടയിലായി കത്തി കുത്തിയിറക്കി. തൻ്റെ ശരീരത്തിലേക്ക് കത്തി കയറിയതും സഹിക്കാൻ കഴിയാത്ത വേദനയോടെ ഉറക്കെ അലറിക്കൊണ്ട് അവൻ നിലത്തേക്കിരുന്നു. അപ്പോഴേക്കും വീണിടത്തു നിന്നും പിഴഞ്ഞെണീറ്റ് തൻ്റെ കയ്യിൽ നിന്നും തെറിച്ചു പോയ ആ ഗണ്ണ് സ്റ്റീഫൻ അവൻ്റെ കൈക്കലാക്കിയിരുന്നു. ഡെവിയുടെ കണ്ണ് ദീപുവിലാണെന്ന് മനസ്സിലാക്കിയ അതേ നിമിഷം തന്നെ സ്റ്റീഫൻ മാർക്കോയ്ക്ക് നേരെ ഗൺ ചൂണ്ടി നിന്നു. മാർക്കോയുടെ നെറ്റിയിലേക്ക് ആ വെടികുണ്ട വന്നു പതിക്കുന്നതിന് മുൻപ് അത് കണ്ട ഡെവി അവൻ്റെ കൈ പിടിച്ച് വലിച്ചിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള ഡെവിയുടെ വലിയിൽ സ്റ്റീഫൻ പിന്നെയുള്ള ആഞ്ഞു. എങ്കിലും സ്റ്റീഫൻ്റെ കയ്യിലുള്ള ഗണ്ണിൽ നിന്നും മാർക്കോയുടെ വലത് ഷോൾഡറിലേക്ക് ആദ്യത്തെ ബുള്ളറ്റ് ചെന്ന് പതിച്ചിരുന്നു. അതുവരെ അവശനായി കിടന്നിരുന്ന മാർക്കോയുടെ ബോധം അതോടെ നഷ്ടപ്പെട്ടിരുന്നു. മാർക്കോ. സ്റ്റീഫനെ തള്ളിയിട്ട് ഡെവി മാർക്കോയുടെ അടുത്തേക്ക് പോയി. എന്നാൽ അപ്പോഴേക്കും ബോധമറിഞ്ഞു വീണു മാർക്കോ. ദേഷ്യത്തോടെ ഡെവി സ്റ്റീഫനെ നോക്കിയതും തൻ്റെ കയ്യിലുള്ള ഗണ്ണ് ഡെവിക്കു നേരെ എയിം ചെയ്ത് നിൽക്കുകയായിരുന്നു അവന്. കൂട്ടുകാരൻ എന്തായാലും പരലോകത്ത് എത്തിയിട്ടുണ്ടാവും. നിനക്ക് അവനൊരുപാട് ഇഷ്ടമല്ലേ? അവനെ തനിച്ചാക്കേണ്ട, കൂടെ പൊക്കോ. അത് പറഞ്ഞുകൊണ്ട് ക്രൂരമായി ഒന്ന് ചിരിച്ചതും തൻ്റെ അരയിൽ തിരികെ വെച്ചിരുന്ന ഗണ്ണെടുത്ത് ഡെവി സ്റ്റീഫൻ്റെ കാൽമുട്ടിന് ഷൂട്ട് ചെയ്തിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ കാൽമുട്ടിലേക്ക് തുളഞ്ഞു കയറിയ വെടിയുണ്ടയുടെ വേദനയിൽ സ്റ്റീഫൻ നിലത്തേക്ക് വീണു. അതോടൊപ്പം അവൻ്റെ കയ്യിലുള്ള ഗണ്ണും തെറിച്ചുപോയി. ഡെവി അവൻ്റെ വലത്തെ കാലിൽ കൂടി ഷൂട്ട് ചെയ്തതും നിലവിളിയോടെ സ്റ്റീഫൻ അവിടെ തന്നെ കിടന്നു. അവനെ ഒന്ന് നോക്കി പല്ല് ഞെരിച്ചതിന് ശേഷം ഡെവി മാർക്കോയെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു. മാർക്കോ. എന്നാൽ അപ്പോഴേക്കും മാർക്കോ കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല. ഡെവിയുടെ ശ്രദ്ധ അവൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന രക്തത്തുള്ളികളിലേക്ക് പോയി. അത് കാണുന്തോറും വല്ലാത്ത വേദനയും ഇതിന് കാരണക്കാരനായ സ്റ്റീഫനോട് വല്ലാത്ത വെറുപ്പും തോന്നിയവന്. വേഗം മാർക്കോയെ വാരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ ടോണിയെ വിളിച്ച് സ്റ്റീഫൻ്റെ കാര്യത്തിലൊരു തീരുമാനമെടുത്തിരുന്നു ഡെവി. മാർക്കോയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷം ഡോക്ടർ അവനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. മണിക്കൂറുകളെടുത്താണ് മാർക്കോയുടെ വലത് ഷോൾഡറിൽ പതിച്ചിരുന്ന ബുള്ളറ്റ് പുറത്തെടുത്തത്. അപ്പോഴും ടെൻഷനോടെ അവനെ കാത്തു പുറത്തിരിക്കുകയായിരുന്നു ഡെവി. പോരാത്തതിന് ചാർലി അവൻ്റെ വീട്ടിൽ തനിച്ചായതുകൊണ്ട് തന്നെ ഒരു ആംബുലൻസ് അങ്ങോട്ട് അയച്ച് ചാർലിയെ ഡെവി അവിടെ നിന്ന് മാറ്റിയിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നതും ടെൻഷനോടെ നിന്നിരുന്ന ഡെവി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. ഡോക്ടർ, മാർക്കോ? ടെൻഷനോടെ ഡോക്ടറോട് ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ മാർക്കോയ്ക്കൊന്നും സംഭവിക്കരുത് എന്നായിരുന്നു. ഹി ഈസ് ഓൾ റൈറ്റ്, നാളെ മുറിയിലേക്ക് മാറ്റും. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഡെവിക്ക് സമാധാനമായത്. ഡോക്ടറുടെ അനുവാദത്തോടെ മാർക്കോയെ ഐസിയുവിൽ കയറി കണ്ടിട്ടാണ് ഡെവി വീട്ടിലേക്ക് പോയത്. അനുവിനോടെല്ലാം പറഞ്ഞ ഡ്രസ്സ് മാറി ഡെവി ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി. അന്നത്തെ ദിവസം ഡെവി തന്നെയാണ് മാർക്കോയെ കൂട്ടിയിരുന്നത്. അവന് കണ്ണു തുറക്കാതെ അവനെ ഹോസ്പിറ്റലിൽ തനിച്ചാക്കാൻ ഡെവിക്ക് കഴിയുമായിരുന്നില്ല. അടുത്ത ദിവസം മാർക്കോ കണ്ണു തുറന്നതും ആദ്യം തന്നെ അവനെ കാണാൻ പോയത് ഡെവി തന്നെയാണ്. മാർക്കോയുടെ തലയിലും ഷോൾഡറിലും വലിയ കെട്ടുണ്ട്. തൻ്റെ അടുത്ത് ആരുടെയോ സാമീപ്യം അറിഞ്ഞതും മാർക്കോ കണ്ണു തുറന്നു നോക്കി. തൻ്റെ അടുത്തിരിക്കുന്ന ഡെവിയെ കണ്ടതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ നിമിഷ നേരം കൊണ്ട് അത് മങ്ങുകയും ചെയ്തു. എന്നാൽ ഡെവി അത് കാര്യമാക്കാതെ അവൻ്റെ അടുത്തേക്ക് പോയി. മാർക്കോ, ചാർലി ഇപ്പോൾ സേഫാണ്. അവനെ ഞാൻ അവിടെ നിന്ന് മാറ്റി. പിന്നെ സ്റ്റീഫൻ, അവനെ ഞാൻ നിനക്ക് വിട്ടു തരുന്നു. അത് സമാധാനമായാണ് ഡെവി പറഞ്ഞത്. എങ്കിലും അവസാനത്തെ വാക്കുകളിൽ വല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്നു. മാർക്കോയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു.
ചാർലി സേഫാണ് എന്നറിഞ്ഞപ്പോൾ തന്നെ അവൻക്ക് ആശ്വാസമായി. എന്നാൽ സ്റ്റീഫൻ അവനാണ് എല്ലാത്തിനും കാരണം. അവൻ്റെ കയ്യിലെ ഒരു കളി പാവയായിരുന്നു താനെന്ന് ഓർത്തത് മാർക്കോ ദേഷ്യം കൊണ്ട് വിറച്ചു പോയിരുന്നു. ഒരു ചെയറെടുത്ത് മാർക്കോയുടെ അടുത്തേക്കിരുന്നു. തന്നെ അടുത്തിരിക്കുന്ന ഡെവിയെ കണ്ടത് മാർക്കോയെ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എന്നാൽ തലയിലും ഷോൾഡറിലുമായി വലിയ ബാൻഡേജ് ഉള്ളതുകൊണ്ട് അവൻ എഴുന്നേറ്റ് നിൽക്കാൻ നല്ല പ്രയാസം തോന്നി. മാർക്കോയുടെ പ്രയാസം മനസ്സിലാക്കിയതുപോലെ മുന്നോട്ട് വന്ന ഡെവി ഒരു കൈകൊണ്ട് അവനെ താങ്ങി നേരെ ഇരുത്തി. തന്നെ താങ്ങി പിടിച്ച് നേരെ ഇരുത്തുന്ന ഡെവിയോട് മാർക്കോയ്ക്ക് വല്ലാത്ത സ്നേഹം തോന്നി. അതിലുപരി വല്ലാത്ത കുറ്റബോധവും. സ്റ്റീഫന്റെ ചതിയിൽപ്പെട്ട് ഒരുപാട് മാർക്കോ ഡെവിയെ തെറ്റിദ്ധരിച്ചു. അവനെ ഒരുപാട് ഉപദ്രവിച്ചു. അതോർക്കെ അവൻ്റെ ഉള്ളിലെ കുറ്റബോധത്തിൻ്റെ ആഴം കൂടി. തന്നെ നേരെ ഇരുത്തിയതിനു ശേഷം തന്നിൽ നിന്നും അടന്നു മാറാൻ ശ്രമിച്ച ഡെവിയുടെ കയ്യിൽ മാർക്കോ പിടിച്ചു നിർത്തി. സോറി ജോണി. നിറഞ്ഞ കണ്ണുകളോടെ മാർക്കോ ഡെവിയോട് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ വല്ലാത്ത വേദനയും കുറ്റബോധവും നിറഞ്ഞിരുന്നു. ഒരു വേള മാർക്കോയുടെ ആ ഒരു വാക്ക് തൻ്റെ ഹൃദയത്തിൽ കൊത്തിവലിക്കുന്നത് പോലെ തോന്നി ഡെവിക്ക്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. ഇന്നോളം അവന് പകരമാവാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല. ആ സ്ഥാനം താൻ ആർക്കും വിട്ടു നൽകിയിട്ടില്ല. അവനാണ് നിറഞ്ഞ കണ്ണുകളോടെ കുറ്റബോധത്തോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്നത്, തന്നോട് മാപ്പ് ചോദിക്കുന്നത്. മാർക്കോയോട് മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം നിറഞ്ഞ കണ്ണുകളോട് അവനെ തന്നോട് ചേർത്ത് നിർത്തി. അപ്പോഴും ഡെവിയുടെ മനസ്സിലൊരിളം തണുപ്പ് വന്ന് നിറഞ്ഞിരുന്നു. അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം മാർക്കോ തന്നെ ജോണി എന്ന് വിളിച്ചതിൻ്റെ സന്തോഷമായിരുന്നു. മാർക്കോ അല്ലാതെ മറ്റാർക്കും തന്നെ അങ്ങനെ വിളിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല. അവൻ തന്നിൽ നിന്നും അടർന്നു മാറിയതിനു ശേഷം മറ്റാരും അങ്ങനെ വിളിച്ചിട്ടുമില്ല. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ ഡെവിയുടെ കണ്ണുകളും നിറഞ്ഞു വന്നു. അവനെ തന്നോട് ചേർത്ത് പിടിച്ച് ഡെവി പറഞ്ഞു, സോറി മാർക്കോ, അന്ന് നിന്നെ തിരക്കി വരാൻ ഞാൻ വൈകിപ്പോയതിന്. അതുകൊണ്ടാണ് നീ ഇന്ന് തനിച്ചായത്. സോറി. അത് പറയുമ്പോൾ അവന് വിതുമ്പി പോയിരുന്നു. രണ്ടുപേരും അതേ നിൽപ്പ് കുറേ നേരം നിന്നു. അപ്പോഴാണ് മാർക്കോയുടെ ആരോഗ്യ നിലയെപ്പറ്റി ഡെവി ചിന്തിക്കുന്നത് പോലും. അവനെ നേരെ ഇരുത്തി ഒരുപാട് സംസാരിച്ചു. തങ്ങളുടെ പകയും പ്രതികാരവും എല്ലാം ആ സൗഹൃദത്തിന് മുൻപിൽ അവർ മറന്നുപോയിരുന്നു. രാവിലെ തന്നെ മാർക്കോയ്ക്ക് ഡെവി കഞ്ഞി കൊടുത്തു. മെഡിസിൻ ഉള്ളതുകൊണ്ട് അവന് കഞ്ഞിയായിരുന്നു കൊടുക്കേണ്ടിരുന്നത്. പിന്നീട് മാർക്കോ ഹോസ്പിറ്റലിലായിരുന്ന 4 ദിവസം ഡെവി തന്നെയായിരുന്നു അവനോടൊപ്പം നിന്നത്. മാർക്കോയുടെ ഓരോ കാര്യങ്ങളും അവൻ തന്നെ ചെയ്തു കൊടുത്തു. അതിലാരും എതിർപ്പും പ്രകടിപ്പിച്ചില്ല. കാരണം അവർക്കറിയാവുന്നത് ഡെവിക്ക് മാർക്കോയോടുള്ള ആത്മബന്ധം. മാർക്കോയിടയ്ക്ക് ചാർലിയെ വീഡിയോ കോൾ ചെയ്യും. കുഴപ്പമൊന്നുമില്ല, അവൻ സേഫാണെന്ന് മാർക്കോക്ക് ഉറപ്പായിരുന്നു. കാരണം അവനിപ്പോൾ ഡെവിയുടെ സംരക്ഷണത്തിലാണല്ലോ. പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് വേണം. ഇന്ന് മാർക്കോ നിർബന്ധം പിടിച്ചെങ്കിലും അതിന് സമ്മതിക്കാതെ ഡെവി അവനെ ഒരാഴ്ച കൂടി ഹോസ്പിറ്റലിൽ തന്നെ കിടത്തി. ഇടയ്ക്ക് അനുവിനെ വിളിച്ച് സംസാരിക്കും. മനസ്സിൽ മാർക്കോയുള്ള സ്ഥാനം അനുവിന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾക്കും അതിൽ സന്തോഷം തോന്നി. ഇന്ന് മാർക്കോയെ ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ്. എല്ലായിടത്തും വെച്ച് വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് മാർക്കോയുടെ റൂമിൻ്റെ ഡോറ് തുറന്ന് ഒരാൾ അകത്തേക്ക് വന്നത്. കതക് തുറക്കുന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ മാർക്കോ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒരു നിമിഷം ഞെട്ടി. വല്യപ്പച്ചൻ, എനിക്കകത്തേക്ക് വരാമോ? അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ് മാർക്കോയെ ചിന്തകളിൽ നിന്നുണർത്തിയത്. കയറി വരൂ എന്ന് പറയുമ്പോൾ മാർക്കോയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വികാരം എന്താണെന്ന്, അല്ലെങ്കിൽ അവൻ്റെ മുഖത്തെ ഭാവം എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. വല്യപ്പച്ചൻ മാർക്കോയുടെ അടുത്ത് വന്ന് അവൻ കിടക്കുന്ന ബെഡിനടുത്തുള്ള ചെയറിലേക്കിരുന്നു. തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന വലിയ മുറിവിലേക്കും ബാൻഡേജിലേക്കും ഇട്ടിരിക്കുന്ന വലത്തെ ഷോൾഡറിലേക്കും വല്യപ്പച്ചൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു. പതിയെ കൈകൾ മാർക്കോയുടെ ഇടത്തേക്കായി പൊതിഞ്ഞു പിടിച്ചു. ഒരു ഞെട്ടലോടെ മാർക്കോ തല ഉയർത്തി നോക്കിയതും കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ തന്നെ നോക്കുന്ന വല്യപ്പച്ചനെയാണ്. എന്തുകൊണ്ടോ ആ കാഴ്ച അവനിലും ഒരു നോവുണർത്തി. എൻ്റെ എടുത്തുചാട്ടമാണ് നിന്നെ അനാഥനാക്കിയത്. നിന്റെ അച്ഛനെയും അമ്മയെയും നിനക്ക് നഷ്ടപ്പെടുത്തിയത്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നിനക്കും നിന്റെ അനിയനും ഒരു കുടുംബമില്ലാതാവാൻ ഞാനും ഒരു കാരണക്കാരനാവത്. മാർക്കോയെ ഒന്ന് നോക്കി വീണ്ടും അദ്ദേഹം തല താഴ്ത്തി പറഞ്ഞു, എൻ്റെ ഈ 85 വയസ്സിനിടയിൽ ആരോടും ഞാൻ മാപ്പ് പറഞ്ഞിട്ടില്ല. അതിനുള്ള സാഹചര്യം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു, ചെയ്തു പോയി എല്ലാ തെറ്റിനും. പറയുന്നതിനോടൊപ്പം വല്യപ്പച്ചൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി മാർക്കോയുടെ ഇടത്തെ കൈയിലേക്ക് പതിച്ചതും അവിടം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി മാർക്കോയ്ക്ക്. ഒരു പിടച്ചിലോട് ആ കൈ വലിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനാവാത്ത വിധം പതറിപ്പോയിരുന്നു അവൻ. മനസ്സിന് വല്ലാത്ത ഭാരം തോന്നി. കുറച്ച് സമയമൊന്നും മിണ്ടാതെ നിന്നതിനു ശേഷം അദ്ദേഹം നോക്കിക്കൊണ്ട് ഒരു ചെറുചിരിയോടെ മാർക്കോ സംസാരിച്ചു തുടങ്ങി. ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിൽ പകയ്ക്കും പ്രതികാരത്തിനു മാത്രമേ സ്ഥാനമുണ്ടായിരുന്നുള്ളൂ.
എൻ്റെ ആ ചിന്താഗതി കാരണമാണ് എനിക്ക് കിട്ടിയ ഏറ്റവും മൂല്യമായ സൗഹൃദം ഞാൻ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തിയത്. ഇനിയും ആ പകയും പ്രതികാരത്തിൻ്റെയും കെട്ടേറ്റിക്കൊണ്ട് ആ സൗഹൃദത്തെ നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം എനിക്ക് ആരോടും പകയോ ദേഷ്യമോ ഇല്ല. 20 വർഷങ്ങൾക്ക് മുൻപ് ആ പഴയ മാർക്കോ ആണ് ഞാനിപ്പോൾ. എൻ്റെ ജോണിയെ പഴയ കൂട്ടുകാരൻ മാർക്കോ. ഇപ്പോൾ അവൻ്റെ വല്യപ്പച്ചൻ എൻ്റെയും വല്യപ്പച്ചനാണ്. അതുകൊണ്ട് ഈ മാപ്പ് പറച്ചിലിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. ഒരു പുഞ്ചിരിയോടെ മാർക്കോ അത് പറഞ്ഞപ്പോൾ തൻ്റെ ചുട്ടുപൊള്ളുന്ന മനസ്സിലേക്കൊരു മഞ്ഞുമഴ പെയ്ത പോലെ തോന്നി വല്യപ്പച്ചന്. 2 കരങ്ങൾ കൊണ്ട് മാർക്കോയെ ചേർത്ത് പിടിച്ച് അവൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകുമ്പോൾ അവനെയും തൻ്റെ കൊച്ചുമകനായി ദത്തെടുത്ത് കഴിഞ്ഞിരുന്നു വല്യപ്പച്ചൻ. ഫോൺ കട്ട് ചെയ്ത് മാർക്കോയുടെ മുറിയിൽ അകത്തേക്ക് കയറിയ ഡെവി മുൻപിൽ കാണുന്ന കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു. മാർക്കോയെ തൻ്റെ നെഞ്ചോടി ചേർത്ത് പിടിച്ചു നിൽക്കുന്ന വല്യപ്പച്ചൻ മാർക്കോയും വല്യപ്പച്ചനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം അവൻ്റെ മനസ്സും നിറഞ്ഞു വന്നു. കുറച്ചു നേരം വല്യപ്പച്ചനും ഡെവിയും മാർക്കോയും കൂടി സംസാരിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് ഹോസ്പിറ്റൽ വിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്. ഡെവി ഡ്രൈവ് ചെയ്യുമ്പോൾ മാർക്കോ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. വല്യപ്പച്ചൻ പുറകിലാണ്. മെഡിസിൻ്റെ സെഡേഷൻ കാരണം മാർക്കോ ചെറുതായൊന്ന് മയങ്ങി. കണ്ണ് തുറന്നു നോക്കുമ്പോൾ കുരിശ് വീടിന് മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന ഡെവിയുടെ കാറാണ്. ഒരു നിമിഷം മാർക്കോ സംശയത്തോടെ ഡെവിയുടെ മുഖത്തേക്ക് നോക്കി. ഇറങ്ങു മാർക്കോ, നിനക്ക് ചാർലിയെ കാണണ്ടേ? അവനിവിടെയാണുള്ളത്. ഇറങ്ങാൻ അല്പം അടിച്ചെങ്കിലും വല്യപ്പച്ചൻ കൂടെ നിർബന്ധിച്ചപ്പോൾ മാർക്കോ ഇറങ്ങിയെങ്കിലും അവനെന്തോ വല്ലാത്ത മടി തോന്നി. 20 വർഷങ്ങൾക്ക് മുൻപ് ഈ വീടിൻ്റെ പടി കടന്ന് പോകുമ്പോൾ മനസ്സ് നിറയെ എല്ലാവരോടും വല്ലാത്ത പകയും വെറുപ്പും മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അതൊന്നും തൻ്റെ മനസ്സിലില്ല. പക്ഷേ എന്തോ ഒന്ന് തന്നെ തടയുന്നു. എങ്കിലും തൻ്റെ അനിഷ്ടം മുഖത്ത് വരുത്താതെ മാർക്കോ പുറത്തേക്കിറങ്ങി. കുരിശ് വീടിൻ്റെ ഓരോ പടികളായി ചവിട്ടി മാർക്കോ ഹാളിലേക്ക് കയറി. വീട്ടിലേക്ക് കയറി വരുന്ന മാർക്കോയെ കണ്ടതും ചെറിയ മമ്മി അവൻ്റെ അടുത്ത് വന്നു. മോനെ, ഇപ്പം എങ്ങനെയുണ്ട്? മുറിവൊക്കെ ഭേദമായോ? മാർക്കോയുടെ തലയിലുള്ള മുറിവിൽ തലോടിക്കൊണ്ട് വാത്സല്യത്തോടെ ചെറിയ മമ്മി ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ ചെറുതായി നിറഞ്ഞു വന്നു. എപ്പോഴോ നഷ്ടപ്പെട്ട അമ്മയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വന്നു. അയ്യോ, എന്താ മോനെ, കണ്ണു നിറച്ചിട്ടുണ്ടല്ലോ, വേദനിക്കുന്നുണ്ടോ? അവനെ നോക്കിയില്ലെന്ന് തലകുനിക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിറയെ അവൻ്റെ അമ്മയുടെ ചിത്രമായിരുന്നു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചാർലിക്ക് കഞ്ഞിയും കൊടുക്കണം, മെഡിസിൻ ഉള്ളതല്ലേ. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ചെറിയ മമ്മി അടുക്കളയിലേക്ക് പോയി. മാർക്കോ, ചാർലി ആ മുറിയിലാണുള്ളത്, നമുക്ക് അങ്ങോട്ട് പോകാം. ഹാളിലെ വലതുഭാഗത്തുള്ള വലിയ മുറിയിലാണ് ചാർലി ഉള്ളത്. അവിടെ തന്നെയാണ് അവൻ നോക്കാൻ ഏർപ്പാടാക്കിയ ആളുമുള്ളത്. മുറിയുടെ ഡോറ് തുറന്ന് നല്ല ശബ്ദം കേൾക്കാം. മാർക്കോ കതക് തുറന്ന് അകത്ത് കയറിയതും ഉള്ളിലെ കാഴ്ച കണ്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുവാണ്. ചാർലിയും ലിൻഡയും കൂടെ വീഡിയോ ഗെയിം കളിക്കുവാണ്. ചാർലിയുടെ രണ്ട് കാലും വലിയ ബാൻഡേജ് ഉണ്ട്. അവൻ്റെ കാലിനടുത്തിരുന്ന് എമ്മിമോൾ അവൻ്റെ ബാൻഡേജിൽ ചിത്രം വരയ്ക്കുവാണ്. ലിൻഡയും ചാർലിയും ഈ ലോകത്തൊന്നുമല്ല, അത്രത്തോളം ആവേശത്തിലാണ്. ഇടയ്ക്ക് കൂകിയും വിളിച്ചും എക്സ്പ്രഷൻ ഇടലുമെല്ലാം ഉണ്ട്. ആഹാ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുവാണോ? ചെറിയ മമ്മിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് എല്ലാവരും തിരിഞ്ഞു നോക്കിയത്. തൻ്റെ മുൻപിൽ നിൽക്കുന്ന മാർക്കോയെ കണ്ടതും ചാർലിയുടെ കണ്ണുകൾ വിടർന്നു. ചാച്ച. മാർക്കോയുടെ തലയിൽ കെട്ട് കണ്ടതും ചാർലി വിതുമ്പലോടെ വിളിച്ചു. അവനെ കണ്ടതും മാർക്കോ അവൻ്റെ അടുത്തേക്ക് പോയി. എനിക്കൊന്നുമില്ല ചാർലി. പതിവ് പോലെ ഗൗരവത്തിൽ മാർക്കോ പറഞ്ഞതും ചാർലി അവനെ കെട്ടിപ്പിടിച്ചു വിതുമ്പാൻ തുടങ്ങിയിരുന്നു. സ്നേഹത്തോടെ മാർക്കോ ചാർലിയുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. ആ കാഴ്ച കാണി എല്ലാവരുടെ ഉള്ളിലും ഒരു നോവുണർന്നു. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നാൽ മതിയോ? കഞ്ഞി കുടിക്കണ്ടേ? എന്നിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ. അത് പറഞ്ഞ് ചെറിയ മമ്മി ചാർലിയെ അടുത്തേക്ക് പോയി. അപ്പോഴേക്കും എലിസബത്ത് അവർക്കുള്ള ജ്യൂസുമായി എത്തിയിരുന്നു. മാർക്കോയ്ക്ക് ജ്യൂസ് കൊടുത്തിട്ട് ചെറിയ മമ്മി ചാർലിക്ക് കഞ്ഞി കോരി കൊടുക്കുവാണ്. അവരുമായി ചാർലി ഇടപഴകുന്നത് കണ്ടപ്പോൾ തന്നെ അവർ എത്രത്തോളം അടുത്തിട്ടുണ്ടെന്ന് മാർക്കോയ്ക്ക് മനസ്സിലായിരുന്നു. ആ നിമിഷം അവൻ്റെ മുഖത്തെ സന്തോഷം നോക്കി കാണുകയായിരുന്നു മാർക്കോ. താൻ അവന് നല്ല വിദ്യാഭ്യാസവും ജീവിത സൗകര്യങ്ങളും ഒരു സഹോദരൻ്റെ സംരക്ഷണവും നൽകി. പക്ഷെ അവനൊരു കുടുംബം നൽകാൻ തനിക്ക് കഴിഞ്ഞില്ല. ചെറിയ മമ്മി ചാർലിക്ക് ഭക്ഷണത്തോടൊപ്പം തന്നെ മരുന്നും കൊടുത്തു. എന്നിട്ട് മാർക്കോയുടെ അടുത്തേക്ക് പോയി പറഞ്ഞു, മുകളിലാണ് മോനുള്ള മുറി ശരിയാക്കിയിട്ടുള്ളത്. ഇനി പടി കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ തന്നെ മുറി ശരിയാക്കാം. ചെറിയ മമ്മി പറഞ്ഞത് കേട്ടത് മാർക്കോ പെട്ടെന്ന് പറഞ്ഞു, ഇല്ല ആൻറ്റി, ഞാൻ ഇവനെ കൊണ്ട് പോകാനാണ് വന്നത്, ഞങ്ങൾ പെട്ടെന്ന് പോകണം. അത് പറഞ്ഞു മാർക്കോ ചാർലിയെ നോക്കി. വേഗം റെഡിയാകെ ചാർലി, നമുക്ക് പോകാം. അത് കേട്ടതും സെക്കൻഡുകൾക്കുള്ളിൽ ചാർലിയുടെ മുഖം മങ്ങിയിരുന്നു. അത് കണ്ടതും ഡെവി മാർക്കോയോട് പറഞ്ഞു, മാർക്കോ, നിനക്കെന്താ മനസ്സിലാവാത്തത്? നിൻ്റെയും അവൻ്റെയും ഹെൽത്ത് കണ്ടീഷൻ നിനക്ക് അറിയില്ലേ? ഈ സാഹചര്യത്തിൽ നിങ്ങൾ രണ്ടുപേരെയും ഒറ്റയ്ക്ക് ആ വീട്ടിൽ നിർത്താൻ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ഓക്കെ ആകുന്നത് വരെ രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കണം. ജോണി, അത് മാർക്കോ അവനോട് തടസ്സം പറയുന്നതിന് മുൻപ് വല്യപ്പച്ചൻ ഇടയിൽ കയറി. നിങ്ങളിപ്പോൾ ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ്. അതുകൊണ്ട് നിന്റെയും ഇവൻ്റെയും ഉത്തരവാദിത്തം എൻ്റെ കൂടെയാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ എങ്ങോട്ടും അയക്കുന്നില്ല. വല്യപ്പച്ചൻ തീർപ്പ് പോലെ പറഞ്ഞതും മാർക്കോ ഒന്നും പറയാനാകാതെയായി. പിന്നെ എല്ലാവരും നിർബന്ധം പോലെ അവിടെ തന്നെ നിന്നു. ചാർലിയുടെ മുറിയിൽ തന്നെയായിരുന്നു മാർക്കോ നിന്നത്. മാർക്കോയ്ക്ക് ഹോം നേഴ്സിൻ്റെ ആവശ്യമില്ലായിരുന്നു. കയ്യിലെ ബാൻഡേജ് അഴിച്ച് മാറ്റിയിരുന്നു. പക്ഷേ കുരിശ് വീട്ടിൽ നിൽക്കുന്ന കാര്യത്തിൽ അവന് ചെറിയ നീരസം തോന്നി. പിന്നെ അത് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രം. തൻ്റെ മുറിയിലേക്ക് കയറിയ ഉടനെ കതകടച്ചിരുന്നു ലിൻഡ. നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ തുടച്ചപ്പോൾ മനസ്സ് നിറയെ പരിക്കുമായി നിൽക്കുന്ന മാർക്കോയുടെ മുഖമാണ്. തൻ്റെ മനസ്സിൽ മാർക്കോയ്ക്ക് ഒരു സ്ഥാനമുള്ളത് കൊണ്ടാവാം ആ കാഴ്ച അവൾക്ക് അത്രത്തോളം വേദനിപ്പിച്ചത്. നിറഞ്ഞ കണ്ണുകൾ തുടക്കും തോറും അവ വീണ്ടും വീണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അവൾ ചാർലി വന്നതും ഒക്കെ ആലോചിച്ചു പോയി. എന്നാൽ ഇന്ന് പ്രതീക്ഷിക്കാതെ മാർക്കോയെ കണ്ടതും കണ്ണുകളൊന്ന് വിടർന്നു വന്നു. എന്നാൽ അവൻ നിറഞ്ഞൊഴുകാൻ അധികം സമയം വേണ്ടി വന്നില്ല. അതിനവൻ്റെ നെറ്റിയിലെ തുന്നിക്കെട്ട് മാത്രം മതിയായിരുന്നു. ഇച്ചായനും മാർക്കോയും ഒന്നിച്ചതിൽ സന്തോഷിക്കണോ അതോ മാർക്കോയുടെ ശരീരത്തിലെ ഈ മുറിവിൽ വേദനിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവൾ. പെട്ടെന്ന് കതകിനാരോ മുട്ടുന്ന ശബ്ദം കേട്ടതും കണ്ണ് രണ്ടും അമർത്തി തുടച്ചവൾ വേഗം ചെന്ന് കതക് തുറന്നു കൊടുത്തു. മുൻപിൽ തന്നെ നോക്കി നിൽക്കുന്ന അനുവിനെ കണ്ടതും ലിൻഡ അവളെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ അനു പറഞ്ഞു, നിന്റെ കാമുകനെ കുഴപ്പമൊന്നുമില്ല, ഒരാഴ്ചത്തെ റെസ്റ്റ്, അത് കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ നിനക്കൊരു സന്തോഷ വാർത്ത കൂടെയുണ്ട്. അത് കേട്ടതും വിടർന്ന കണ്ണുകളോടെ ലിൻഡ അനുവിനെ നോക്കി. എന്ത്? കുറച്ച് ദിവസം ചാർലിയും മാർക്കോയും ഇവിടെ ഉണ്ടാകും. അനു പറഞ്ഞു നിർത്തിയതും ലിൻഡയുടെ ഉള്ളിൽ സന്തോഷം കൊണ്ട് വിടർന്നു. സത്യം? അവൾ ആവേശത്തോടെ ചോദിച്ചതും അനു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സത്യം. അസുഖം ഭേദമാവാതെ അവരെ എങ്ങോട്ടും അയക്കില്ല എന്നാണ് വലിയപ്പച്ചൻ്റെ തീരുമാനം. അതിനവരും സമ്മതിച്ചു. അത് പെട്ടെന്ന് നിന്റെ ഇഷ്ടമാളോട് തുറന്നു പറയണം. ലിൻഡ അവളെ വെപ്രാളത്തോടെ നോക്കിയതും അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് അനു പറഞ്ഞു, ഇപ്പം നിന്റെ മുൻപിൽ ഒരു അവസരമുണ്ട്, അത് നീയായി നഷ്ടപ്പെടുത്തരുത്. പിന്നെ അതിൽ ദുഃഖിക്കേണ്ടി വരും. അത്രമാത്രം പറഞ്ഞു അനു പുറത്തേക്ക് പോയി. ലിൻഡ അപ്പോഴും അനു പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. മാർക്കോയ്ക്ക് ഇന്ന് ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ന് രവിക്കറിയാം. പക്ഷേ അവന് നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ സ്നേഹവും കരുതലും കിട്ടണമെങ്കിൽ അവൻ ഇവിടെ തന്നെ നിൽക്കണം എന്ന് രവിക്ക് തോന്നി. ചാർലിയുടെ മുറി തന്നെ മതിയെന്ന് മാർക്കോ പറഞ്ഞെങ്കിലും അതിന് തൊട്ടടുത്ത മുറിയാണ് ഡെവി അവന് റെഡിയാക്കിയത്. കുറച്ച് സമയം കൂടെ അവരോടൊപ്പം ഇരുന്നതിന് ശേഷം ഡെവി മുറിയിലേക്ക് പോയി. ഡെവിയുടെ ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെക്കുവാണ് അനു. ഡെവി മുറിയിലേക്ക് കയറിയതും കാണുന്നത് അയൺ ചെയ്യുന്ന അനുവിനെയും ശബ്ദമുണ്ടാക്കാതെ അവളുടെ പുറകിലൂടെ പോയി അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അവൻ. ആദ്യമൊന്ന് പകച്ചെങ്കിലും അതാരായിരിക്കുമെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇച്ചായ? അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് അവൻ വിളി കേട്ടു. അവൻ്റെ താടി രോമം അവളുടെ മുഖത്ത് പതിച്ചതും അനു ഒന്ന് ഉയർന്നു പൊന്തി. എന്നാൽ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിൽ ചുംബിച്ചു. അനു, കുറച്ച് ദിവസമായില്ലേ, ഇച്ചായന് വിശക്കുന്നു എന്ന് പറയുന്നതിനോടൊപ്പം അവളുമായി ബെഡിലേക്ക് മറിഞ്ഞിരുന്നു ഡെവി. തൻ്റെ മുറിയിലിരുന്ന് മാർക്കോയോട് വാതോരാതെ വിശേഷങ്ങൾ പറയുവാണ് ചാർലി. ഒരു വീട്, കുടുംബം, അതൊക്കെയാണ് അവൻ്റെ സംസാരം. അതിൽ നിന്ന് തന്നെ ചാർലി ഒരു കുടുംബം എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് മാർക്കോയ്ക്ക് മനസ്സിലായി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. പതിയെ മാർക്കോയും കുരിശ് വീടുമായി പൊരുത്തപ്പെട്ടു തുടങ്ങി. ആ കൂട്ടുകുടുംബവും അവിടുത്തെ രീതികളും ഒറ്റത്തടിയായി നിന്ന മാർക്കോയ്ക്ക് ആദ്യമെല്ലാം അത്ഭുതമായിരുന്നു. ചാർലിയുടെ മുറിയിൽ പകൽ കാല് കുത്താൻ കഴിയില്ല. എപ്പോൾ പോയാലും എമിമോളോട് കൂടെ കളിക്കുക, അല്ലെങ്കിൽ കഥ പറയുകയോ ആയിരിക്കും. അതുമല്ലെങ്കിൽ വല്യമ്മച്ചിയോ എലിസബത്തോ ചെറിയ മമ്മിയോ അങ്ങനെ ആരെങ്കിലും. എല്ലാവർക്കും അവന് വളരെ ഇഷ്ടമാണ്. അല്ലെങ്കിലും മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനുള്ളൊരു കഴിവുണ്ട് അവന്. പിന്നെ ഈവനിങ് 5 മണിക്ക് ടോണിയും റോണിയും വരും. വന്നാൽ പിന്നെ ഒരു 10 മണി വരെ അവരും ഒന്നിച്ചായിരിക്കും. തന്നെ കണ്ടാൽ ഒന്ന് ചിരിക്കാനും എന്നല്ലാതെ അധികം അടുപ്പത്തിന് അവൻ വരാറില്ല. എമിമോള് മുറിക്ക് പുറത്തുനിന്ന് എത്തി നോക്കുന്നതും കാണാം. പക്ഷെ അടുത്തേക്ക് വരില്ല. എല്ലാവരുമായി മാർക്കോ പതിയെ അടുത്തു വരുന്നേ ഉള്ളൂ. പക്ഷെ എല്ലാവരും അവനോട് സ്വന്തമെന്ന് സ്വാതന്ത്ര്യത്തോടെയാണ് സംസാരിക്കാറ്. പതിയെ മാർക്കോ അത് ആസ്വദിച്ചു തുടങ്ങി. ഇന്ന് മാർക്കോയും ചാർലിയും തിരിച്ചു പോകുവാണ്. ഒരു സങ്കടത്തോടെ ലിൻഡ അത് നോക്കി നിൽക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ച അവൻ ഇവിടെ ഉണ്ടായിട്ടും ഒന്ന് നേരെ നോക്കാനുള്ള ധൈര്യം ലിൻഡ ഇതുവരെ കാണിച്ചില്ല. അവന് നേർക്ക് കണ്ടാൽ അവളുടെ മുട്ടിടിക്കും. പിന്നെ എങ്ങനെ അവൾ അവനോട് സംസാരിക്കും?
എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് പോകാനുള്ള ബാഗും റെഡിയാക്കി നിൽക്കുവാണ് ചാർലി. അവൻ്റെ മുഖം കണ്ടാൽ അറിയാൻ പോകാൻ തീരെ താല്പര്യമില്ലെന്ന്. എമി മോൾ അവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. എങ്ങോട്ടും വിടില്ലെന്ന് പറഞ്ഞ്. മാർക്കോ, നിനക്ക് ഞാൻ നിന്റെ കുടുംബത്തെ നഷ്ടപ്പെടുത്തി, പകരം ഈ കുടുംബം നിനക്ക് തരട്ടെ. വല്യപ്പച്ചൻ്റെ ശബ്ദം കേട്ടതും പുറത്തിറങ്ങിയ മാർക്കോ അവിടെ തന്നെ നിന്നു. വല്യപ്പച്ചൻ ചോദിച്ചതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ മാർക്കോ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയതും അദ്ദേഹം അടുത്ത് നടന്നു വന്ന് അവനോട് വീണ്ടും സംസാരിച്ചു തുടങ്ങി. മാർക്കോ, എൻ്റെ കൊച്ചുമോളിൽ ലിൻഡയെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരട്ടെ. നിനക്ക് സമ്മതമാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ കുടുംബമായിരിക്കും. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വാത്സല്യത്തോടെ, അതിലുപരി വിവാഹത്തിന് സമ്മതിക്കണമെന്ന അപേക്ഷയോടെ വല്യപ്പച്ചൻ പറഞ്ഞതും മാർക്കോയ്ക്ക് വല്ലാതെയായി. പക്ഷേ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയാതെ മാർക്കോ ഒന്നുഴറി. ഒരു താങ്ങിനെന്ന പോലെ ചാർലിയെ നോക്കിയതും അവനാണെങ്കിൽ ബോധം പോയ പോലെ നിൽക്കുവാണ്. പിന്നെയും കണ്ണുകൾ തിരഞ്ഞത് ഡെവിയുടെ നേരെ. ഡെവിയാണെങ്കിൽ ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നു. ഒരു വിവാഹത്തെക്കുറിച്ച് താൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല എന്നതാണ് സത്യം. മനസ്സ് നിറയെ വൈരാഗ്യവും ദേഷ്യവും വെറുപ്പും മാത്രമായിരുന്നു. അല്പമെങ്കിലും വാത്സല്യവും അടുപ്പം കാണിച്ചിരുന്നത് ചാർലിയോട് മാത്രം. ഇപ്പം പെട്ടെന്നൊരു വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതും കുരിശു വീട്ടിൽ നിന്ന്. ഒന്നും മിണ്ടാനാകാതെ നിൽക്കുന്ന മാർക്കോയുടെ തോളിൽ കൈവച്ചുകൊണ്ട് വല്യപ്പച്ചൻ സംസാരിച്ചു. നന്നായി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതിന് പകരം ഒരു പുഞ്ചിരിയായിരുന്നു മാർക്കോ വല്യപ്പച്ചന് കൊടുത്തത്. അന്ന് തിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് പോകുമ്പോഴും മാർക്കോയുടെ മനസ്സ് കലുഷിതമായിരുന്നു. തൻ്റെ ബോധം ഇപ്പോൾ പോകുന്നുള്ള അവസ്ഥയിലാണ് ലിൻഡ. വല്യപ്പച്ചൻ മാർക്കോയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് വരെ അതിനെക്കുറിച്ചൊരു സൂചന പോലും അവൾക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവൾ ഒരുപാട് ഹാപ്പിയാണ്. പക്ഷെ ഒരു ചെറിയ പേടിയുള്ളത് മാർക്കോ ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞെങ്കിലോ എന്നാണ്. എന്തൊക്കെയായാലും മാർക്കോ വിവാഹത്തിന് സമ്മതിക്കാൻ വേണ്ടി അവൾ ഒരു 10-20 പള്ളിയിലേക്കെങ്കിലും നേർച്ചകൾ നേർന്നിട്ടുണ്ടാകും ആ നിമിഷം. വല്യപ്പച്ചനോടും മറ്റുള്ളവരോടും എന്ത് തീരുമാനം പറയുമെന്നറിയാതെ കുഴങ്ങി നിൽക്കുവാണ് മാർക്കോ. ഇപ്പോഴും ഒരു വിവാഹം എന്നതിനെക്കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അതും ലിൻഡയോടൊപ്പം. 2 തവണ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അവൻ അവളോടൊരു വികാരവും തോന്നിയിട്ടില്ല. അന്ന് റോഡിൽ വെച്ച് അവളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയേ ചെയ്യൂ. പക്ഷേ ഇപ്പോൾ അവൾക്കത് ഓർമ്മ ഉണ്ടാവാൻ കൂടി സാധ്യതയില്ല. പിന്നെയും എന്തൊക്കെയോ ചിന്തിച്ച് മാർക്കോയുടെ ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ ഡെവിയെ വിളിച്ച് ലിൻഡയുമായുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയുമ്പോൾ മാർക്കോയുടെ മനസ്സ് നിറയെ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ചാർലിയുടെ മുഖത്ത് കാണുന്ന സന്തോഷം മാത്രമായിരുന്നു. ഇത്ര വർഷം അവൻ്റെ കൂടെ നിന്നിട്ടും അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ടും കിട്ടാതിരുന്നൊരു തിളക്കം ആ കുടുംബത്തോടൊപ്പം നിൽക്കുമ്പോൾ ചാർലിയുടെ കണ്ണുകൾ കൊണ്ടെന്ന് മാർക്കോയ്ക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് ഈ വിവാഹത്തിന് സമ്മതിക്കുമ്പോൾ ഒരു ജീവിതം എന്നതിനേക്കാൾ ഉപരി ചാർലിക്ക് ഒരു കുടുംബത്തെ കൊടുക്കുക എന്നുള്ളതായിരുന്നു മാർക്കോയുടെ ലക്ഷ്യം. മാർക്കോയുടെ സമ്മതം കുരിശു വീട്ടിലുള്ളവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കാര്യം അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായി അവൻ്റെ തണുപ്പൻ മട്ടും ആരോടും അത്ര പെട്ടെന്നടുക്കാത്ത പ്രകൃതവും കണ്ടപ്പോൾ അവൻ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു ലിൻഡയ്ക്ക്. ആ സന്തോഷം ഉള്ളിൽ പൊതിഞ്ഞു പിടിക്കാനോ അല്ലെങ്കിൽ പുറത്ത് പ്രകടിപ്പിക്കാനോ കഴിയാതെ അവൾ ആകെ വലഞ്ഞു. 6 മാസങ്ങൾക്ക് ശേഷം ലിൻഡയുടെയും മാർക്കോയുടെയും മനസ്സമ്മതവും കല്യാണവും ഒന്നിച്ച് നടത്താമെന്നുള്ള തീരുമാനമെടുത്തു. 10 ദിവസത്തെ ലീവിന് നാട്ടിലേക്ക് വന്ന ലിൻഡ തിരിച്ചു ബാംഗ്ലൂർ പോകേണ്ട സമയമായി. എന്നാൽ പോകുന്നതിന് മുൻപ് മാർക്കോയെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ടാണ് ചാർലി കാണാനെന്ന് പറഞ്ഞ് മാർക്കോയുടെ വീട്ടിലേക്ക് പോയത്. എന്നാൽ നിരാശയായിരുന്നു ഫലം. മാർക്കോ പോയിട്ട് മാർക്കോയുടെ നിഴൽ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ അവൾ തിരിച്ച് ബാംഗ്ലൂർ തന്നെ പോയി. പതിവ് പോലെ ഓഫീസിലെ ജോലിയെല്ലാം തീർത്ത് ഡെവി വീട്ടിലേക്ക് വരുമ്പോൾ പതിവിന് വിപരീതമായി എല്ലാവരെയും അവനെ കാത്ത് ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരെയും ഒന്നിച്ചു കണ്ടതും ഡെവിയുടെ മുഖത്ത് സന്തോഷത്തിനൊന്ന് ചുരുങ്ങി. എന്നാൽ വാ തുറന്ന് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുൻപ് അവൻ്റെ വായിലേക്ക് വല്യമ്മച്ച് പലഹാരം വെച്ചു കൊടുത്തു. അവരെ ഒന്ന് സംശയത്തോടെ നോക്കിയതിനു ശേഷം ഡെവി ആ വായിലുള്ള ലഡു ചവച്ചിറക്കി. എന്താ വല്യമ്മച്ചി ഇത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? ആകാംക്ഷയോടെ രവി വല്യമ്മച്ചയോട് ചോദിച്ചതും അവർ അവനെ നോക്കി ഒന്ന് ചിരിച്ചു. പോയി നിന്റെ കെട്ടിയോളോട് ചോദിക്ക്. എല്ലാവരുടെയും മുഖത്തെ ചിരി കണ്ടപ്പോൾ തന്നെ വാണം വിട്ടതുപോലെ അവൻ മുറിയിലേക്ക് പോയി. അടച്ചു കിടക്കുന്ന മുറി കതക് തുറന്നകത്തേക്ക് കയറിയതും ബാത്റൂമിൽ നിന്ന് അവന് പുറത്തേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു. ഒരു നിമിഷം 2 പേരുടെയും കണ്ണുകൾ ഇടുക്കിയതും
അവൻ്റെ കണ്ണുകൾ പതിഞ്ഞത് നാണത്തിൽ ചുവന്നു നിൽക്കുന്ന അവളുടെ മുഖത്തേക്കായിരുന്നു. നിമിഷനേരം കൊണ്ട് ആ കണ്ണുകൾ അവളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന അവളുടെ ഉദരത്തിലേക്ക് പോയതും അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. ഒരു നിമിഷം അവനെ നോക്കാതെ അനു തൻ്റെ മിഴികൾ താഴ്ത്തി നിന്നതും ഡെവി അവളെ ഓടിച്ചെന്ന് തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. താങ്ക് യു അനു, എൻ്റെ ജീവിതം ഇത്രയ്ക്ക് സന്തോഷം നിറഞ്ഞതാക്കിയതിന്, ഇപ്പം എൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നതിന് എന്ന് പറഞ്ഞ് അവളെ തന്നോട് ചേർത്ത് പിടിക്കുമ്പോൾ ഒരു കൈ അവളുടെ വയറിനെയും പൊതിഞ്ഞു പിടിച്ചിരുന്നു. അന്നത്തെ രാത്രി എല്ലാവരിലും സന്തോഷം മാത്രമായിരുന്നു. പുതിയ അതിഥിക്ക് വേണ്ടി കുരിശ് വീട് ഒരുങ്ങി. അടുത്ത ദിവസം രാവിലെ കുരിശ് വീടിൻ്റെ മുറ്റത്തൊരു കാറ് വന്നു നിന്നു. അതിൽ നിന്ന് പുറത്തിറങ്ങിയ ആളെ കാണി ഹാളിലിരുന്ന വല്യപ്പച്ചൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. ധരിച്ചിരിക്കുന്ന വെള്ള നിറത്തിലുള്ള ചുരിദാറും വിടർത്തിയിട്ടിരിക്കുന്ന മുടിയും അവളുടെ സൗന്ദര്യത്തെ ജ്വലിക്കുന്നതാക്കി. എന്നാൽ അവളുടെ കൂടുതൽ വ്യത്യസ്തമാക്കിയത് ആ കണ്ണുകളിൽ ജ്വലിക്കുന്ന അഗ്നിയായിരുന്നു. ലീനമോളെ, ഒരുപാട് നാളുകൾക്ക് ശേഷം അവളെ കാണുന്നത് കൊണ്ടായിരിക്കണം, സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. ഇതേ സമയം മാസങ്ങൾക്ക് ശേഷം തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതും ഒരേറൻ കാറ്റ് അവളെ അവൻ തലോടിയിരുന്നു. ഹാളിലിരിക്കുന്ന വല്യപ്പച്ചനെ കണ്ടതും നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ ചെന്ന് അദ്ദേഹത്തിൻ്റെ മാറിലേക്ക് ചാഞ്ഞു. വല്യപ്പച്ച, അദ്ദേഹത്തിൻ്റെ ചിറകനടിയിലേക്ക് അവൾ ചായുമ്പോഴും കണ്ട കാഴ്ചയിൽ വിശ്വസിക്കാൻ കഴിയാതെ അദ്ദേഹം വീണ്ടും വീണ്ടും അവളെ തന്നോട് പൊതിഞ്ഞു പിടിച്ചു. ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ മാസങ്ങളോളം ഒരേ കിടപ്പ് കിടന്നവളാണ് ഇന്ന് സന്തോഷത്തോടെ രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്നത്. അതും അത്രയും വലിയൊരു മാനസിക സംഘർഷം നേരിട്ടതിനു ശേഷം ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്നും ഉയർന്നു എഴുന്നേറ്റവൾ. അവളുടെ മുഖത്തെ നിറഞ്ഞ പുഞ്ചിരി കാണുമ്പോൾ അദ്ദേഹത്തിന് അവളെ ഓർത്ത് അഭിമാനം തോന്നി. അടുക്കളയിൽ നിന്നും വല്യപ്പച്ചനുള്ള ചായയുമായി പുറത്തേക്ക് വന്നതാണ് ചെറിയ മമ്മി. വല്യപ്പച്ചനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രണ്ട് കാലിൽ നിൽക്കുന്ന അലീനയെ കണ്ടതും അവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ലീനമോളെ, വാത്സല്യത്തോടെ അവളെ നീട്ടി വിളിക്കുമ്പോൾ അവരും വിതുമ്പുകയായിരുന്നു. അലീനയും ലിൻഡയും തമ്മിൽ വലിയ പ്രായവ്യത്യാസമൊന്നുമില്ല. തൻ്റെ മോളുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് അലീനയുടെ മുഖമായിരുന്നു. പക്ഷേ അവളുടെ അവസ്ഥ അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും ആ കാര്യം മനഃപൂർവ്വം പറഞ്ഞില്ല എന്ന് മാത്രം. പക്ഷേ എല്ലാവരിലും അവളൊരു വലിയ നോവായിരുന്നു. എന്നാൽ ആ നോവിനുള്ള മരുന്നാണിപ്പോൾ മുമ്പിൽ നിൽക്കുന്നത്. അവരൊരു പുഞ്ചിരിയോടെ ഓർത്തു. ചെറിയ മമ്മിയെ കണ്ടതും വല്യപ്പച്ചനിൽ നിന്ന് നടന്നു മാറി അലീന അവരെ പൊതിഞ്ഞു പിടിച്ചു. ചെറിയ മമ്മി, എന്നെ മറന്നുപോയോ? കുസൃതിയോടെ തന്നോട് ചോദിക്കുന്നവളെ കാണി അവരുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞു. ഇത് കണ്ടുകൊണ്ടാണ് എലിസബത്തും വല്യമ്മച്ചിയും വന്നത്. മാസങ്ങൾക്ക് ശേഷം അലീനയെ കണ്ടതും എല്ലാവരും ആ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. വല്യമ്മച്ചിയും എലിസബത്തും എല്ലാവരും അങ്ങേയറ്റം സന്തോഷത്തിലാണ്. അലീനയുടെ തിരിച്ചുവരവ് കുരിശ് വീട്ടിലെല്ലാവരെയും സന്തോഷത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുന്നതായിരുന്നു. രാവിലെ എഴുന്നേൽക്കാൻ അനു കുറച്ച് വൈകിയപ്പോൾ ഇപ്പോൾ അവൾ 2 മാസമാണ്. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് പതിയെ എഴുന്നേറ്റാൽ മതിയെന്നാണ് വല്യമ്മച്ചിയുടെ ഓർഡർ. ഹാളിൽ എന്തോ ശബ്ദം കേട്ടാണ് അനു അങ്ങോട്ട് പോയത്. എന്നാൽ തൻ്റെ മുൻപിൽ നിൽക്കുന്ന കാഴ്ച കാണി വിശ്വസിക്കാൻ കഴിയാതെ തൻ്റെ കണ്ണുകൾ 2-3 പ്രാവശ്യം തുറന്നു നോക്കിയവൾ. അലീന. വിറക്കുന്ന ശബ്ദത്തോടെ ആ പേര് പറയുമ്പോൾ അവളുടെ കണ്ണുകൾക്ക് മുൻപിൽ കാഴ്ച വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷത്തോടെ അതിലുപരി നിറഞ്ഞ പുഞ്ചിരിയോടെ ഓരോരുത്തരോടും സംസാരിക്കുന്ന ഇടപഴകുന്ന അലീനയെ കാണി സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് അനുവിൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അവൾ ആകാംക്ഷയോടെ ആ കാഴ്ച തൻ്റെ കണ്ണുകൾ കൊണ്ട് പകർത്തിയെടുത്തു. ഇപ്പോൾ മറ്റാരേക്കാളും അലീനയുടെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്നത് ഇവളാണ്, അനുരാധ. തിരിഞ്ഞു നോക്കി അലീന കാണുന്നത് തന്നെ നോക്കി വിതുമ്പലോടെ നിൽക്കുന്ന അനുവിലാണ്. ഒരു വേള തൻ്റെ മുൻപിൽ നിൽക്കുന്ന അനുവിനെ കണ്ടതും അലീനയുടെ കണ്ണുകളും ഒന്ന് വിടർന്നു. സെക്കൻഡുകൾ കൊണ്ട് അവ വിടരുകയും പിന്നീട് അവ നിറയുകയും ചെയ്തു. കഴിഞ്ഞുപോയ ദിവസങ്ങൾ ഓർമ്മകൾ അലീനയുടെ മനസ്സിലേക്ക് തിരമാല പോലെ പാഞ്ഞെത്തി. ആ ഓർമ്മകളിലെല്ലാം ഇവളുടെ മുഖമായിരുന്നു. ഒരമ്മയെപ്പോലെ തന്നെ ശുശ്രൂഷിച്ചു, ഒരു സഹോദരിയെപ്പോലെ തന്നെ ചേർത്ത് പിടിച്ചു, ഒരു കൂട്ടുകാരിയെപ്പോലെ തന്നോട് കഥകൾ പറഞ്ഞ, ചെയ്യാത്ത തെറ്റിൻ്റെ ശിക്ഷയെ തൻ്റെ ഈച്ചായൻ്റെ മുൻപിൽ ജീവിതം പണയം വയ്ക്കപ്പെട്ട ഒരു പാവം പെണ്ണിൻ്റെ മുഖം. ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെഞ്ചിലേക്ക് തലചായ്ക്കുമ്പോൾ ഒരു കുഞ്ഞിൻ തൻ്റെ അമ്മയോട് തോന്നുന്ന സ്നേഹവും ബഹുമാനവുമായിരുന്നു അലീനയ്ക്ക് അനുവിനോട്. അലീനയുടെ നീക്കത്തിൽ ആദ്യം അനുവെന്ന് പകച്ചുവെങ്കിലും നിറഞ്ഞ കണ്ണുകളോട് അതിലുപരി വാത്സല്യത്തോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. അലീനയുടെ ചിന്തകളിൽ നിന്ന് മറിച്ചല്ലായിരുന്നു അനുവും.
തൻ്റെ മകൾ തന്നെയാണ് അലീന എന്ന് തോന്നി അവൾക്ക്. തന്നോട് ചേർന്ന് നിൽക്കുന്ന അലീനയെ കാണാൻ തോന്നുന്നൊരു കുഞ്ഞിനെ പോലെ താൻ അവളെ ശുശ്രൂഷിച്ച ചിത്രങ്ങളായിരുന്നു മനസ്സ് നിറയെ. ഇച്ചായൻ ഒരുപാട് വേദനിപ്പിച്ചല്ലേ, സോറി ചേച്ചി, എന്നോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ടാ. ഒരു വിതുമ്പലോട് അലീന അനുവിനോട് പറയുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. തൻ്റെ മുൻപിൽ നിന്ന് വിതുമ്പുന്ന അലീനയെ കാണി ഇല്ല എന്ന് തല കാണിച്ചുകൊണ്ട് അവളുടെ കണ്ണുനീര് തുടച്ച് അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു അനു. അവരുടെ ഈ പ്രവൃത്തി കുരിശു വീട്ടിലുള്ള ഓരോരുത്തരെയും അസൂയയോടെയാണ് നോക്കി നിന്നത്. എല്ലാവരിലും ഒരു ഭയം നിലനിന്നിരുന്നു. ഇനി ഒരു പക്ഷേ അലീനയ്ക്ക് അനുവിനോട് വല്ല ദേഷ്യവും ഉണ്ടെങ്കിലോ, അവൾ അനുവിനെ അംഗീകരിച്ചില്ലെങ്കിലോ എന്നുള്ള ഭയം അവരിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ ഇടയിലുള്ള ബോണ്ട് കണ്ടപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. പിന്നെ അങ്ങോട്ട് അലീനയുടെ ആശ്രമവിശേഷങ്ങളായിരുന്നു. പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടിപ്പോൾ 3 മാസം പൂർത്തിയായിരിക്കും. പിന്നീടുള്ള 3 മാസം അവിടുത്തെ ഡോക്ടർ ആൻറ്റിയോടൊപ്പം ജീവിതം തിരിച്ചു പിടിക്കുന്ന തിരക്കിലായിരുന്നു. ആത്മവിശ്വാസം ഉയർത്തുക, തന്നെ ദുർബലാക്കുന്ന പഴയ കറുത്ത ഓർമ്മകളെ ഇല്ലാതാക്കുക, പുതിയ ജീവിതം സ്വപ്നം കാണുക, പടുത്തുയർത്തുക. ഇനി അലീനയുടെ ലക്ഷ്യം അതാണ്, തൻ്റെ ജീവിതം പടുത്തുയർത്തുക. അലീനയും അനുവും ഒരുപാട് നേരം സംസാരിച്ചു. അതിലെവിടെയും അവളുടെ ഭൂതകാലത്തിൻ്റെ കറുത്ത നിഴലുകൾ ഉണ്ടായിരുന്നില്ല. പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നു, നിറമുള്ള സ്വപ്നങ്ങളായിരുന്നു. സ്റ്റേറ്റ്സിലേക്ക് പോകണം, പഠിച്ചൊരു വലിയ ഡോക്ടറാവണം, എന്നിട്ട് പാവപ്പെട്ട ഇരകളാകപ്പെട്ട ഒരുപാട് പേരെ സഹായിക്കണം, സംരക്ഷിക്കണം. ഇതൊക്കെയായിരുന്നു അവളുടെ സ്വപ്നം. അത് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നൽകി. എന്തായാലും ആ ചീഞ്ഞു നാറിയ ഓർമ്മകൾ ഇന്ന് അവളെ ദുർബലയാക്കുന്നില്ല, പകരം അവളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ കുടുംബത്തിലുള്ള ഓരോരുത്തർക്കും അലീനയെ ഓർത്ത് അഭിമാനം തോന്നി. ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഡെവി അലീനയെ വന്നതറിഞ്ഞ് അവളെ കാണാൻ പോയെങ്കിലും അലീന അവനെ മൈൻഡ് ചെയ്തില്ല. അനുവിനോടുള്ള അവൻ ചെയ്ത ക്രൂരതകൾ തന്നെയായിരുന്നു അതിന് കാരണം. എന്നാൽ തന്നോടുള്ള അവളുടെ ഒഴിഞ്ഞുമാറ്റം അവന് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. അവസാനം അനുവും വീട്ടിലുള്ള മറ്റുള്ളവരും ഇടപെട്ടതിന് ശേഷമാണ് അലീന ഡെവിയോടെ ക്ഷമിച്ചത്, അവനോട് സംസാരിച്ചതും. അലീന തിരിച്ചെത്തിയ സന്തോഷ വാർത്ത അറിഞ്ഞതും ഉടനെ അടുത്ത വണ്ടി പിടിച്ച് ലിൻ്റെ നാട്ടിലെത്തി. അവർക്ക് പരസ്പരം കൈമാറാൻ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മടി പിടിച്ച് ബാംഗ്ലൂർ പോയില്ല. നാട്ടിൽ തന്നെ അടുത്തുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി. ഇനി വിവാഹം കഴിഞ്ഞാലും ഇവിടെ തന്നെയാണല്ലോ. മാർക്കോയ്ക്ക് ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. കുരിശു വീട്ടിലേക്ക് 2-3 തവണ വന്നെങ്കിലും ലിൻ്റെയുള്ള ഭാഗത്ത് പോലും അവൻ നോക്കിയില്ല. എന്തായാലും കെട്ടിന് മുൻപ് അവനെ വളച്ചു കുപ്പിയിലാക്കാൻ പറ്റിയില്ലെങ്കിലും കെട്ടുകഴിഞ്ഞ് അവനെ പോക്കറ്റിലാക്കുമെന്നുള്ള മട്ടിലാണ് ലിൻഡ. അലീനയാണെങ്കിൽ സ്റ്റേറ്റ്സിലേക്ക് പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. ലിൻഡയുടെ വിവാഹം കഴിഞ്ഞ ഉടനെ പോകണമെന്നുള്ള തീരുമാനത്തിലാണവൾ. വീട്ടിലെ സ്ത്രീജനങ്ങൾക്ക് അവൾ വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നതിനോട് ചെറിയ രീതിയിലുള്ള വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും പുരുഷ പ്രജകൾ ഇടപെട്ട് അത് പരിഹരിച്ചിരുന്നു. അലീന എത്രയൊക്കെ ബോൾഡായാലും ഒരു രാത്രി പുരുഷനോടൊപ്പം തനിച്ചു നിൽക്കാൻ അപ്പോഴും അവൾക്ക് ഭയമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലുള്ളവർ ഒഴികെ മറ്റുള്ള പുരുഷന്മാരോടൊന്നും അവൾ അധികം സംസാരത്തിന് നിൽക്കാറില്ല. എങ്കിലും ഒരു കണക്കിന് അലീനയുടെ വിഷമം പുറം ലോകം അറിയാത്തതുകൊണ്ട് അവളെ ആരും ഇര എന്ന് മുദ്ര കുത്തിയിട്ടില്ല. അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആ കാര്യത്തിൽ അവൾ ലക്കിയാണ്. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. ഇന്നാണ് മാർക്കോയുടെയും ലിൻഡയുടെയും വിവാഹം. രണ്ടുപേരും ഇപ്പോഴും പഴയ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. ഒരു കല്യാണ ചെക്കൻ്റെ സന്തോഷമോ തിളക്കമോ ഒന്നും മാർക്കോയുടെ മുഖത്തില്ല, പതിവ് ഗൗരവം മാത്രം. അവളും മറിച്ചല്ല, ഇപ്പോഴും മാർക്കോയെ കണ്ടാൽ അവളുടെ മുട്ടിടിക്കും. വരൻ്റെയും വധുവിൻ്റെയും വേഷത്തിൽ രണ്ടുപേരും പള്ളിയിൽ നിൽക്കുവാണ്. കുരിശു വീട്ടിലെ എല്ലാവരുമുണ്ട്. കല്യാണ ചെക്കൻ്റെ അനിയനായി ചാർലി മുന്നിൽ തന്നെ ഉണ്ട്. വിവാഹത്തിൻ്റെ ഡെക്കറേഷനും ഫുഡും അങ്ങനെ എല്ലാം ഏർപ്പാട് ചെയ്തത് ചാർലിയാണ്. ഡെവിയും അനുവിൻ്റെ കൂടെ തന്നെയുണ്ട്. എത്ര തിരക്കാണെങ്കിലും ഇടക്കൊന്ന് അവളെ എത്തി നോക്കും. അനുവിനിത് 7ാം മാസമാണ്. അങ്ങനെ മാർക്കോയുടെ പേരെഴുതിയ മിന്നൽ ലിൻഡയുടെ കഴുത്തിൽ ചാർത്തപ്പെട്ടു. ആ ദിവസം ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ചാർലി ആയിരുന്നു. കാരണം ഇപ്പം കുരിശു വീട്ടിലെ ഓരോ അംഗവും അവൻ്റെ സ്വന്തമാണ്. അലീനയും പതുക്കെ ആളുകളിലേക്കും ആൾക്കൂട്ടത്തിലേക്കും ഇറങ്ങി തുടങ്ങി. അതിൽ നല്ലൊരു പങ്ക് ചാർലിക്കായിരുന്നു. കല്യാണത്തിനുള്ള അവൻ്റെ ഓട്ടത്തിനെല്ലാം അലീനയും അവനെ കൊണ്ട് പോകും, പതിയെ അവളുടെ പേടിയില്ലാതാക്കാൻ. ഇപ്പം 2 പേരും നല്ല കൂട്ടാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം മാർക്കോയും ചാർലിയും കുരിശു വീട്ടിൽ തന്നെയാണ് താമസം. മാർക്കോയുടെ ഓഫീസിൽ തന്നെ ചാർലിയെ അവൻ നിർബന്ധിച്ച് അവൻ്റെ PA ആയി ചേർത്തു. വർക്കിൻ്റെ കാര്യത്തിൽ മാർക്കോ ചാർലിക്ക് ഒരു ഇളവും കൊടുക്കാറില്ല.
ഓഫീസിൽ മാർക്കോ ഒരു സഹോദരന് സ്നേഹവും കാണിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ചാർലി ആകെ പെട്ടു നിൽക്കുവാണ്. ചില സമയത്ത് മാർക്കോ അവൻ്റെ കാലനാണ്. തൻ്റെ പ്രിയപ്പെട്ട ചാച്ചനിൽ നിന്നും കർക്കശക്കാരനായ ബോസിലേക്കുള്ള മാർക്കോയുടെ മാറ്റം അവന് തീരെ പറ്റുന്നില്ല. അവന് കുറച്ച് ഉത്തരവാദിത്വവും ബോധം വരാൻ ഇത് തന്നെ നല്ലതാണ് എന്നാണ് മാർക്കോയുടെ വാദം. മാർക്കോ ലിൻഡയോടും അവൻ്റെ പതിവ് ഗൗരവം കാണിക്കാറുണ്ടെങ്കിലും അവളുടെ സന്തോഷങ്ങൾക്കൊന്നും മാർക്കോ വിലങ്ങുതടിയാകാറില്ല. പതിയെ പതിയെ കർക്കശക്കാരനായ മാർക്കോയിൽ നിന്നവൻ ലിൻഡയുടെ മാത്രം ഇച്ഛായൻ എന്ന പദവിയിലേക്ക് ഉയർന്നു. ഇപ്പം രണ്ടുപേരും ഹാപ്പി. അനു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഇവാനിയ ഡേവിഡ് എന്ന് അവൾക്ക് പേര് നൽകിയ മാർക്കോ ആയിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് മറ്റൊരു കുഞ്ഞുകൂടെ ജനിച്ചു, ഡെറിക് ഡേവിഡ്. ഇപ്പോൾ അവന് 2 വയസ്സ്. പുതിയൊരു വാവ വന്നതിൽ എമിമോളും ഹാപ്പിയാണ്. ലിൻഡയ്ക്കിപ്പോൾ 6 മാസമാണ്. കൂടാതെ 3 വയസ്സുകാരൻ ലൂക്കയും അവൻ ചാർലിയോടൊപ്പമാണ്. ടോണിയെയും റോണിയെയും വീട്ടുകാർ പിടിച്ച് കെട്ടിച്ചു. അവരും ഇരട്ടകളായ പരട്ടകളാണ് വിവാഹം കഴിച്ചത്. ആഷ്ലിയും അഷ്നയും. ആഷ്ല റോണിക്കും ആഷ്ന റോണിക്കും. തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുക എന്ന ലക്ഷ്യത്തോടെ അലീന US പറന്നു. പഠിച്ചൊരു ഡോക്ടറായി തിരിച്ചു വരുമ്പോൾ കുരിശ് വീടിൻ്റെ വക ഒരു ഹോസ്പിറ്റൽ പണിതു കൊടുക്കണമെന്ന് ഒരാവശ്യം അവൾ ഉന്നയിച്ചു. അതിനെല്ലാവർക്കും സമ്മതമാണ്. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു ഡോക്ടറായി തിരിച്ചു വരുമ്പോൾ അവളോടൊപ്പം ഒരു സായിപ്പും ഉണ്ടായിരുന്നു, ക്രിസ്റ്റഫർ. തങ്ങൾ പരസ്പരം പ്രണയത്തിലാണെന്നുള്ള വാർത്ത അലീന വീട്ടുകാരെ പങ്കുവച്ചതും എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടെ ആ വിവാഹം ആർഭാടമായി നടന്നു. ഈയിടയ്ക്ക് രാകേഷിൻ്റെ വിവാഹവും കഴിഞ്ഞു. ലക്ഷ്മി എന്നു പേരുള്ള സ്കൂൾ ടീച്ചറാണ് രാകേഷിൻ്റെ വധുവായത്. ഇപ്പം എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നു. ഡെവിയും അവൻ്റെ അനുവും പിള്ളേരുമായിട്ട് ജീവിതം അടിച്ചു പൊളിക്കുന്നു. ഇണക്കങ്ങളും പിണക്കങ്ങളുമായി അവർ ഇനിയും ഒരുപാട് കാലം ജീവിക്കട്ടെ.